നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തെലങ്കാന പോലീസിന്റെ 3 വർഷത്തെ കഠിനാധ്വാനവും പരിശീലനവും ഫലം കണ്ടു. ഡ്രോൺ വേട്ടയ്ക്ക് ഗരുഡ സ്ക്വാഡിനെ കളത്തിലിറക്കാൻ നീക്കം. സുരക്ഷാ ഭീഷണികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഗരുഡ സ്ക്വാഡിനെ പുറത്തിറക്കുന്നത്. അതായത് ഇനി മുതൽ സംസ്ഥാനത്ത് VIP സന്ദർശന വേളയിൽ ഡ്രോൺ പറത്തിയാൽ പണി കിട്ടുമെന്ന് ഉറപ്പായി. നിമിഷ നേരം കൊണ്ട് ആകാശ രാജാവായ കഴുകന്മാർ ഡ്രോണിനെ തകർത്തെറിയും. ലിസ്റ്റിൽ പരുന്തുകളും പ്രാപ്പിടിയന്മാരും ഉൾപ്പെടെയുള്ള പക്ഷികൾ ഉണ്ടെന്നാണ് വിവരം. ഇതോടെ പോലീസിന്റെ 3 വർഷത്തെ കഠിനാധ്വാനത്തിന് ഫലം കാണുന്നത്. തെലങ്കാന പോലീസിന്റെ ഗരുഡ സ്ക്വാഡിലേക്ക് പരുന്ത്, പ്രാപ്പിടിയൻ തുടങ്ങിയ കൂടുതൽ പക്ഷികളെ ഉൾപ്പെടുത്തി. മൊയ്നാബാദിലെ ഇന്റഗ്രേറ്റഡ് ഇന്റലിജൻസ് ട്രെയിനിംഗ് അക്കാദമിയിലാണ് പരിശീലനം നൽകുന്നത്. ഡ്രോണുകൾക്കെതിരായ സുരക്ഷാ നടപടികൾക്കും നിരീക്ഷണ ആവശ്യങ്ങൾക്കുമായാണ് ഇവയെ ഉപയോഗിക്കുക. സംസ്ഥാനത്ത് VVIP സന്ദർശനത്തിനിടെ ഡ്രോൺ പറത്തി സുരക്ഷാ ഭീഷണി ഉയർത്തുന്ന സാഹചര്യത്തിലാണ് കഴുകന്മാരെ പരിശീലിപ്പിക്കുന്നത് എന്നാണ് തെലങ്കാന പോലീസ് അറിയിച്ചത്. രാജ്യത്ത് ആദ്യമായി ഇത്തരമൊരു സ്ക്വാഡ് അവതരിപ്പിച്ചതും തെലങ്കാനയാണ്. സുരക്ഷാ ആവശ്യങ്ങൾക്കായി പരുന്തുകളെയും കഴുകന്മാരെയും പരിപാലിക്കുകയും വിന്യസിക്കുകയും ചെയ്യുന്നതിൽ നെതർലാൻഡ്സിന് ശേഷം രണ്ടാമതാണ് തെലങ്കാന. 5 പക്ഷികളെയാണ് ഡ്രോണുകൾക്കെതിരായി അണിനിരത്താൻ വിജയകരമായി ആദ്യം പരിശീലിപ്പിച്ചത്. പരിശീലനം നൽകിയ പക്ഷികൾ ആവശ്യമുള്ളിടത്തെല്ലാം വിന്യസിച്ചിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ഇപ്പോൾ കൂടുതൽ പക്ഷികളെ ഗരുഡ സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തുകയാണ് പോലീസ്. ഞങ്ങൾ പക്ഷികളുടെ കാലിൽ പ്രത്യേക തരം വല കെട്ടുന്നു. ഈ വലയിൽ ഡ്രോണിന്റെ ചിറകുകൾ കുടുങ്ങും. എന്നിട്ട് പക്ഷി ഡ്രോണിനെ നിർവീര്യമാക്കുന്നതിനായി ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. ഇങ്ങനെയാണ് ഡ്രോൺ വേട്ടയ്ക്ക് പക്ഷികളെ ഉപയോഗിക്കുന്നതെന്ന് പോലീസ് പറഞ്ഞു. പരിശീലനത്തിനിടെ പക്ഷികൾക്ക് പരിക്കേൽക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാറുണ്ടെന്നും പോലീസ് പറയുന്നു. പക്ഷികളുടെ കാലിൽ ചെറിയ ഹൈ ഡെഫിനിഷൻ ക്യാമറ ഘടിപ്പിച്ച് അത് ലാപ്ടോപ്പുമായി ബന്ധിപ്പിച്ചാണ് നിരീക്ഷണം. പരുന്തുകളെയാണ് ഈ ജോലിക്കായി നിയോഗിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ പരിപാടികളിൽ VIPകളും പങ്കെടുക്കുന്ന വേളയിൽ ആളില്ല ആകാശ വാഹനങ്ങളുടെ ഭീഷണി വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിലാണ് കഴുകന്മാരെ പരിശീലിപ്പിക്കേണ്ടതിന് ആവശ്യകത തോന്നിയത്. രാജ്യത്ത് ആദ്യമായി ഇത്തരം സ്ക്വാഡ് അവതരിപ്പിച്ചതും നെതർലാൻഡ്സിന് ശേഷം സുരക്ഷാ ആവശ്യങ്ങൾക്കായി റാപ്റ്ററുകളെ സജീവമായി പരിപാലിക്കുന്നതിലും വിന്യസിക്കുന്നതിലും 2ാം സ്ഥാനത്തുള്ളതുമാണ് തെലങ്കാന പോലീസ്. ഡ്രോൺ വിരുദ്ധ നിരീക്ഷണ ചുമതലകളിൽ 5 പക്ഷികളെ വിജയകരമായി പരിശീലിപ്പിച്ച ശേഷം ITI ഉദ്യോഗസ്ഥർ അക്കാദമിയിലെ സുരക്ഷാ വ്യായാമങ്ങളിൽ കുറച്ച് പക്ഷികളെ കൂടി പരിശീലിപ്പിക്കുന്നു. കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൂടി കൊണ്ടുവന്ന് വിവിധ ജോലികൾക്കായി അവരെ പരിശീലിപ്പിക്കുന്നു. ഇതിനകം പരിശീലനം ലഭിച്ച പക്ഷികളെ ആവശ്യമുള്ളിടത്തെല്ലാം വിന്യസിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുവരെ ഒരു പരിപാടിയിലും അവ ഒരു കൗണ്ടർ ഡ്രോൺ അഭ്യാസത്തിലും ഏർപ്പെട്ടിട്ടില്ല. പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ഉദ്യോഗസ്ഥൻ മാധ്യമങ്ങളോട് പറഞ്ഞു. പരിശീലനത്തിലും വിന്യാസത്തിലും പക്ഷികൾക്ക് പരിക്കേൽപ്പിക്കാതിരിക്കാൻ മതിയായ മുൻകരുതലുകൾ എടുക്കുന്നുണ്ടെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റുള്ളൊരു ക്യാമറ സംവിധാനവും പക്ഷികളുടെ കാലുകളിൽ ഘടിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് VVIP ആളുകൾ സന്ദർശനത്തിന് എത്തുന്ന വേളയിലെല്ലാം തന്നെ ഇനി ഇവ ഡ്യൂട്ടിക്കായിട്ട് ഇറങ്ങും.